വീണ വിജയന്റെ എക്സാലോജിക്കിനെ ആ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് SFIO ആണ്, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് നടത്തുന്നത്. അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറെ നേതൃത്വത്തിലെ CMRലെ 2 ദിവസം അന്വേഷണം നടത്തി. അതിനുശേഷം തിരുവനന്തപുരം KSIDCയിൽ അന്വേഷണം നടത്തി. അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എക്സാലോജിക്ക് പോയേ പറ്റുള്ളൂ. എക്സാലോജിക്ക് കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. 2022 കമ്പനി ഡോർമെൻ്റായി, കമ്പനി നിർത്തി. എങ്കിൽ തന്നെയും അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഇപ്പം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. രജിസ്റ്റേർഡ് ഓഫീസ് തിരുവനന്തപുരം കർണാടകയിലാണെങ്കിലും അതിൻ്റെ പ്രൊപ്പറേറ്റർ താമസിക്കുന്നത് AKG സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടുത്തെ AKG മുഖ്യമന്ത്രിയുടെ വസതിയിലാണ്, മുഖ്യമന്ത്രിയുടെ മകളാണ്. അതുപോലെ തന്നെ ഇപ്പം താമസിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് റിയാസിൻ്റെ മന്ത്രിയുടെ വസതിയിലാണ്. ഏതായാലും നോട്ടീസ് വരുമെന്ന് ഉറപ്പായി. കാരണം അന്വേഷണം പൂർത്തിയാക്കണം. അതിനു വേണ്ടിയിട്ട് ഇവരുടെ മൊഴി അത്യന്താപേക്ഷിതമാണ്. ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ CMRൽ എന്തുകൊണ്ട് 1,72,00,000 രൂപ ഇവർക്ക് കൊടുത്തു? അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും മത നേതാക്കന്മാർക്കോ അങ്ങനെയുള്ള ആർക്കും ഏതെങ്കിലും സമൂഹത്തിലെ ടോപ്പിലുള്ള പലർക്കും പണം കൊടുക്കുന്നുണ്ട് CMRൽ. അങ്ങനെ കൊടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഇവരുടെ സാമൂഹികമായ പ്രസക്തി എന്ത്? വെറുതെ കൊടുത്തതാണെങ്കിൽ അതിനകത്തും വലിയ കുറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം സംഭാവന. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ GST CMRൽ അതിൻ്റെ GST അടച്ചിട്ടുണ്ടോ? അവരടച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇനി വീണ വിജയന് തനിക്ക് കിട്ടിയ പണത്തിൻ്റെ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ? ഇൻകം ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഇനി അടച്ചാലും മതി എന്നാണ്. കാരണം ഇൻകം ടാക്സ് സമയത്തിന് അടച്ചില്ലെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ട്. ആ പെനാൽറ്റി കൊടുത്ത് ഇൻകം ടാക്സും കൊടുത്താൽ ആ പ്രശ്നം തീരും. എന്തായാലും എന്തുകൊണ്ട് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് അതിൻ്റെ അന്വേഷണം സ്റ്റോപ്പ് ചെയ്യണം? CMRലും അതുപോലെ തന്നെ KSIDCയൊക്കെ ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നതിനകത്ത് നമുക്കെന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. അവർ പണം തന്നിട്ടുണ്ട്, അല്ലാതെ CMRലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ഇത് കർണാടക രജിസ്റ്റർ ചെയ്ത, ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയതുകൊണ്ട് അവിടുത്തെ ഒരു ഓഫീസ് തന്നെയാണ് ഇവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹാജരാകണം. അതെന്തായാലും കോടതി ഹാജരാകാൻ ഡയറക്ഷൻ കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഹാജരായി കഴിഞ്ഞാൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, അതിനുശേഷം പോകാം. വീണ്ടും അതിനകത്ത് എന്തെങ്കിലും ഒഫൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് SFIO അവര് നോക്കും. അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് ഈ കേസിനകത്ത്. കാരണം സംഭാവന കൊടുത്തു, അതിനുള്ള GST അടച്ചു, അവരതിൻ്റെ ഇൻകം ടാക്സ് അടച്ചില്ലെങ്കിൽ ഇനി അടച്ചാലും മതി. അതിനകത്തൊരു ഒഫൻസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ കൂടെ PV എന്നൊരു അക്ഷരം എഴുതിയിട്ടുണ്ട്. PVക്ക് കൊടുത്തു, പിണറായി വിജയന് കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫാണ് സ്വീകരിച്ചെങ്കിൽ PV എന്ന് എഴുതുന്നതിൽ കുഴപ്പമില്ല. അമ്മയും മകളും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ കേസ് നടത്തും. അതിനകത്ത് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കൈ ശുദ്ധമാണെന്ന് അദ്ദേഹം അസംബ്ലിയിൽ പറയുകയും ചെയ്തു. കാരണം കൈകൊണ്ടോ തൻ്റെ അക്കൗണ്ടിലേക്കോ തൻ്റെ പാർട്ടിയിലേക്കോ ഈ പണം വന്നിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ലയബിലിറ്റി ഇല്ല. അതേസമയത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ CMRൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിൽ പോയോ അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിൽ പോയോ, വ്യക്തിപരമായ അക്കൗണ്ടിൽ പോയാലും അതിനകത്ത് വലിയൊരു ഒഫൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലെ ലാഭം വരുന്നത് അവർ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അക്കൗണ്ട് കറക്റ്റ് ആയിരിക്കണം. ഏതായാലും അക്കൗണ്ട് അവിടുത്തെ അതിൻ്റെ മേധാവി കുറിപ്പ് പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം വരാൻ പോകുന്ന മറ്റൊരു ചില പ്രശ്നങ്ങൾ KSIDCയും കേരള ഹൈക്കോടതിയിൽ ഇവരുടെ അന്വേഷണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കൊടുത്തു. അതിന് CS വൈദ്യനാഥൻ എന്ന ജില്ലയിലെ ഏറ്റവും സീനിയറായ ഒരു അഡ്വക്കേറ്റ് ഡൽഹിയിൽ നിന്നു അവർ ഓൺലൈനിൽ ആ കേസിൻ്റെ വാദഗതി പറഞ്ഞു. 25 ലക്ഷം രൂപ പോയി. ഇനി ഒരു പോസ്റ്റിംഗ് 12-ാം തീയതി വീണ്ടും ഹൈക്കോടതി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കും വീണ്ടും ഒരു 25 ലക്ഷം കൂടെ പോകും. ചുരുക്കത്തിൽ 1 കോടി ചില്ലുവാനും രൂപ മാത്രമാണ് KSIDCക്ക് അവിടുത്തെ 13.4% ഷെയർ ഉള്ളത്. ആ ഷെയറിന് വേണ്ടി 1 കോടി രൂപയുടെ ഷെയറിന് വേണ്ടിയിട്ട് ഏകദേശം 1 കോടി രൂപ ഫീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ കള്ളക്കളികളുണ്ടെന്ന് തന്നെയല്ലേ പറയേണ്ടി വരുന്നുള്ളൂ.
എന്തിനാണ് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം സുതാര്യമായ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനെതിരായിട്ടൊരു അന്വേഷണം വന്നാൽ ആ സ്ഥാപനത്തിലുള്ള ആ റെക്കോർഡുകൾ മുഴുവൻ ഒരു സെൻട്രൽ ഏജൻസി കൊടുക്കുന്നതിന് എന്താണ് പേടിക്കുന്നത്? എന്തിനാണ് അത് കൊടുക്കാതിരിക്കുന്നത്? ഹൈക്കോടതി അത് തന്നെയാണ് ചോദിച്ചത്. കേരള ഹൈക്കോടതി അത് തന്നെ പറഞ്ഞു. എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും സുതാര്യമാണ്, അവരുടെ അക്കൗണ്ട് പരിശോധിക്കുന്നതിന് ഒരു തടസ്സവും ആ സ്ഥാപനം സൃഷ്ടിക്കാൻ പാടില്ല. അങ്ങനെയാണ് ആ കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സംഭവം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കും എന്ന് പലരും കരുതുമെങ്കിലും ഇതിനകത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീണ വിജയനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ ചെയ്താലും മാത്രമേ നമുക്ക് രാഷ്ട്രീയമായ തന്നെ ഒരു പ്രസക്തി വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സംഭവത്തെ പറ്റി രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവർ പല രീതിയിൽ അഭിപ്രായം പറയുമെങ്കിലും നിയമപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് GST അടയ്ക്കാൻ ബാധ്യതയാണ്. അത് കമ്പനി തന്നെ അടച്ചു. അവര് ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യതയാണെങ്കിൽ ആ ഇൻകം ടാക്സ് അവർ അടച്ചില്ലെങ്കിൽ ഇനി അടയ്ക്കാനുള്ള സൗകര്യം അവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.